മാളയിൽ നടന്ന ഡി-സോൺ കലോത്സവം മുടക്കാൻ തുടക്കം മുതൽ തന്നെ SFI ആസൂത്രണം ചെയ്തിരുന്നതായി TN പ്രതാപൻ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ KSU പിടിച്ചെടുത്തുള്ള നഷ്ടബോധം മൂലമാണ് സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ SFI പ്രവർത്തകർ ശ്രമിച്ചതെന്നും TN പ്രതാപൻ മീഡിയ ടൈമിനോട് പറഞ്ഞു. മാള അരവിന്ദൻ വിട പറഞ്ഞ് ഒരു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും മാളയിൽ അദ്ദേഹത്തിനായി ഒരു സ്മാരകം ഇതുവരെ യാഥാർത്ഥ്യമായില്ല. സ്മാരകത്തിനായുള്ള നിവേദന സമർപ്പണം തുടരുകയാണ്. 10ാം വർഷവും മാള അരവിന്ദൻ ഫൗണ്ടേഷൻ. കരൂപ്പടന്നയിൽ ഗൃഹനാഥന്റെ മുഖത്ത് മുളക് പൊടിയെറിഞ്ഞ് ആക്രമിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. മതിലകം കൊതുവിൽ താജുദ്ദീൻ, മണ്ണുത്തി പണിക്കുവീട്ടിൽ നൌഫീൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മാളയിൽ നടന്ന ഡി-സോൺ കലോത്സവം മുടക്കാൻ തുടക്കം മുതൽ തന്നെ SFI ആസൂത്രണം ചെയ്തിരുന്നതായി TN പ്രതാപൻ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ KSU MSF UDSF സംഘടനകൾ പിടിച്ചെടുത്തതിലുള്ള നഷ്ടബോധം മൂലമാണ് മാള ഹോളിഗ്രേസിൽ നടന്ന ഡി-സോൺ കലോത്സവത്തിനിടെ സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ SFI പ്രവർത്തകർ ശ്രമിച്ചതെന്നും TN പ്രതാപൻ മീഡിയ ടൈമിനോട് പറഞ്ഞു. കോഴിക്കോട് യൂണിവേഴ്സിറ്റി ഡി-സോൺ കലോത്സവം മാളയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ച ആ ദിവസം മുതൽ ആ കലോത്സവം പൊളിക്കുന്നതിന് വേണ്ടി SFI ബോധപൂർവമായ ഗൂഢാലോചന നടത്തിയിരിക്കുകയായിരുന്നു. കലോത്സവം നടത്തേണ്ടതിൻ്റെ കൺവീനർ എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ്റെ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അതാണ് അതിൻ്റെ മാനുവൽ, അതിൻ്റെ കീഴ്വഴക്കം, അതിൻ്റെ നടപടിക്രമങ്ങൾ. കലോത്സവം പ്രഖ്യാപിച്ചു, കലോത്സവം തീരുമാനമെടുത്ത് സ്വാഗതസംഘത്തിൻ്റെ യോഗം മുതൽ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ പങ്കെടുത്തില്ല, വിട്ടുനിന്നു ബോധപൂർവ്വം. ഇപ്പോൾ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പരസ്യമായി മാധ്യമങ്ങൾ, ചാനലുകൾ ഉൾപ്പെടെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാരണവശാലും മാളയിൽ ഈ ഡി-സോൺ കലോത്സവം നടക്കാൻ പാടില്ല. മാളയിലെ ഡി-സോൺ കലോത്സവം പൂർത്തിയാവാതിരുന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കലോത്സവം മാറ്റിവെക്കാൻ വേണ്ടി പറ്റും. 2 വിരോധമാണ് SFIക്കുള്ളത്. കോഴിക്കോട് യൂണിവേഴ്സിറ്റി കാലങ്ങൾക്ക് ശേഷം KSU MSF UDSF പിടിച്ചെടുത്തു. അതിനുള്ള SFIയുടെ നഷ്ടബോധം, അവരുടെ പരാജയം, ആ പരാജയത്തിന് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളോടാണ് പകരം തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. രണ്ടാമത്, തൃശ്ശൂർ ജില്ലയിലെ കലോത്സവം നടത്തുമ്പോൾ SFIക്കാരനായ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ അതിൻ്റെ കൺവീനറാകും. സ്വാഭാവികമായും ബാക്കി എല്ലാവരും സംഘാടകരായിട്ടുണ്ടാകും. മുൻകാലങ്ങളിൽ അങ്ങനെയല്ല. SFIയുടെ യൂണിവേഴ്സിറ്റി യൂണിയനും SFIയുടെ എക്സിക്യൂട്ടീവ് മെമ്പറും നേതൃത്വത്തിൽ ഡി-സോൺ ഉൾപ്പെടെ കലോത്സവം നടക്കുമ്പോൾ ഒരാളെയും വേറെ അടുപ്പിക്കാറില്ല. ഈ ഞങ്ങളുടെ കുട്ടികൾ, KSU MSFൻ്റെ കുട്ടികൾ ഈ കലോത്സവം നടത്തുമ്പോൾ അവർ എല്ലാവരും രാഷ്ട്രീയം നോക്കാതെ, SFI എന്നോ KSU എന്നോ MSF എന്നോ ASF എന്നോ നോക്കാതെ എല്ലാ വിദ്യാർത്ഥികളുടെയും സർവോത്സവമാക്കിയിട്ടാണ് യൂണിവേഴ്സിറ്റി ഡി-സോൺ കലോത്സവം മാളയിൽ നടത്താൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരുന്നു. ആദ്യം മുതൽ ഇത് തകർക്കാൻ ശ്രമിച്ചു, പൊളിക്കാൻ ശ്രമിച്ചു, വിട്ടുനിന്നപ്പോഴും നന്നായി നടക്കുന്ന സാഹചര്യമുണ്ടായി. SFI കാണിച്ചത് ക്രൂരതയാണ്. ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒന്നാണ്. ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത അനീതിയാണ് SFI കാണിച്ചത്. ബോധപൂർവമായാണ് ചെയ്തത്. എന്നിട്ടോ അക്രമം, സ്റ്റേജിൽ കയ്യേറി, സ്റ്റേജിൽ കുത്തിയിരിപ്പ് നടത്തി, മനഃപൂർവ്വം മത്സരം തടസ്സപ്പെടുത്തി, സംഘാടകരെ കയ്യേറ്റം ചെയ്തു. എന്നിട്ടും അവിടെ ഉണ്ടായിരുന്ന KSUവിൻ്റെയും MSFൻ്റെയും സംഘാടകരായ ആളുകൾ ക്ഷമിച്ചു. വലത് കവിളത്തടിച്ചാൽ ഇടത് കവിള് കാണിച്ചു കൊടുക്കാനായിരുന്നു KSUക്കാരുടെയും MSFൻ്റെയും തീരുമാനം. എന്നിട്ട് മെക്കട്ട് കയറി ഈ അവസാനം കൂട്ടത്തല്ല് ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ആ കൂട്ടത്തല്ലിൽ KSUക്കാർക്ക് പരിക്ക് പറ്റി, കണ്ണിന് പരിക്ക് പറ്റിയ KSU പ്രവർത്തകരുണ്ട്, കാലിൻ്റെ എല്ലൊടിഞ്ഞ KSU പ്രവർത്തകരുണ്ട്. ആ കൈന്നിന് പരിക്ക് പറ്റിയതിന് കാലിന് എല്ലൊടിഞ്ഞവരിന് നേതൃത്വം കൊടുത്തവരുടെ പേരിൽ നോൺ ബെയിലബിൾ കേസ് എടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഇതിനകത്ത് പോലീസ് നീതി കാണിക്കണം. ഞങ്ങൾ പോലീസ് നീതി കാണിക്കണം. പിന്നെ എല്ലാ ക്യാമ്പസിലും അക്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചേലക്കരയിലുണ്ടായി, മറ്റു പല ക്യാമ്പസിലുണ്ടായി, പനമ്പിളിയിൽ, ക്രൈസ്റ്റിൽ, കേരളവർമ്മയിൽ, അസ്മാബി കോളേജിലൊക്കെ KSUവിൻ്റെ കൊടിമരവും ബോർഡുകളൊക്കെ തകർക്കുകയാണ്. ഇന്ന് ചേലക്കര ക്രൂരാക്രമണം അടിയുണ്ടായി. KSUക്കാരെ അന്യായമായി പുറത്തുള്ള DYFIയുടെ CPMൻ്റെ നേതൃത്വം കൂടി ഇത് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചാൽ, ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടും. ഞങ്ങൾ അതിന് അതിശക്തമായി നേരിടും. പോലീസിനോട് പറയാനുള്ളത്, പോലീസ് ഇതിനകത്ത് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. നീതിപൂർവ്വമായി പെരുമാറണം, പക്ഷപാതമല്ലാണ്ട് പെരുമാറണം, ന്യായത്തിൻ്റെ കൂടെ പോലീസ് നിൽക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കാൻ അറിയും. ഞങ്ങൾ സംരക്ഷിക്കും, കോൺഗ്രസ് സംരക്ഷിക്കും. മാള അരവിന്ദൻ വിട പറഞ്ഞ് ഒരു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും മാളയിൽ അദ്ദേഹത്തിനായി ഒരു സ്മാരകം ഇതുവരെ യാഥാർത്ഥ്യമായില്ല. സ്മാരകത്തിനായുള്ള നിവേദനം സമർപ്പണം തുടരുകയാണ്. 10ാം വർഷവും മാള അരവിന്ദൻ ഫൗണ്ടേഷൻ.
പതിവ് പോലെ ഈ വർഷവും സ്മാരകം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടും അതിനാവശ്യമായ സ്ഥലവും ചൂണ്ടിക്കാണിച്ചുമാണ് VR സുനിൽകുമാർ MLAയ്ക്കും മാള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും മാള അരവിന്ദൻ ഫൗണ്ടേഷൻ സെക്രട്ടറി കത്ത് നൽകിയിരിക്കുന്നത്. സ്മാരകത്തിന് സ്ഥലം ലഭ്യമായാൽ മാള അരവിന്ദന് സ്മാരകം നിർമ്മിക്കാനുള്ള പണം നൽകാമെന്ന അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉറപ്പു നൽകിയിരുന്നു. അഷ്ടമിച്ചിറ ഉരുണ്ടോളി ജംഗ്ഷനിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ കൈവശം സ്ഥിതി ചെയ്യുന്ന 5.5 സെന്റ് സ്ഥലമാണ് സ്മാരകത്തിനായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നിലവിൽ ഇവിടെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആലോചനകൾ ഒന്നും തന്നെയില്ല. മാള അരവിന്ദൻ മരണമടഞ്ഞ് 10 വർഷം തികയുമ്പോഴും അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്മാരകം മാളയിൽ പണിത് ഉയർത്താൻ ഗ്രാമപഞ്ചായത്തിനോ സർക്കാരിനോ ഇതുവരെ സാധിച്ചില്ല. മാള അരവിന്ദന്റെ വീട്ടിലേക്ക് പോകുന്ന വടമാക്കിണർ റോഡിനോ മാള പഞ്ചായത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോ അദ്ദേഹത്തിന്റെ പേര് നൽകണമെന്നും അതിനായുള്ള ചെലവ് ഫൗണ്ടേഷൻ വഹിക്കാമെന്നും ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ 8 വർഷവും ഫൗണ്ടേഷൻ കത്ത് നൽകിയെങ്കിലും ഒരു ഭരണസമിതി തീരുമാനം കൊണ്ട് മാത്രം യാഥാർത്ഥ്യമാക്കാവുന്ന കാര്യത്തിന് ഒരു നടപടിയും ഉണ്ടായില്ല. സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം ലഭ്യമല്ലാത്തതാണ് കാരണമെന്ന് പറയുമ്പോഴും ഗ്രാമപഞ്ചായത്തിന് മൂക്കിന് താഴെ സ്ഥിതി ചെയ്യുന്ന മാളക്കടവും വലിയ പറമ്പിലെ സ്ഥലവും കണ്ടില്ല എന്ന് നടിക്കുന്നത് മനഃപൂർവ്വമാണെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. രാജീവ് ഗാന്ധി സ്ക്വയർ എന്ന് നാമകരണം ചെയ്ത മാളക്കുളത്തിന്റെ ഒരു വശം മാള അരവിന്ദൻ സായാഹ്ന പാർക്കാക്കി മാറ്റാൻ പഞ്ചായത്ത് തീരുമാനിച്ചത് വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. എന്നാൽ വിവാദങ്ങളിലൂടെയല്ല മാള അരവിന്ദന് സ്മാരകങ്ങൾ നിർമ്മിക്കേണ്ടതെന്നും പുതിയതായി ചൂണ്ടിക്കാണിച്ച അഷ്ടമിച്ചിറ ഉരുണ്ടോളിയിലെ സ്ഥലം ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണെന്നും ഇവിടെ തടസ്സവാദങ്ങൾ പറയാതെ MLA പറഞ്ഞ വാക്ക് പാലിക്കണമെന്നും അതിന് ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുക്കണമെന്നുമാണ് ഫൗണ്ടേഷന്റെ ആവശ്യം. ഗ്രാമപഞ്ചായത്തിന് കത്ത് നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. ഒരു തീരുമാനം കൊണ്ട് മാത്രം ഈ ബസ് സ്റ്റാൻഡിനോ റോഡിനോ പേര് നൽകാൻ സാധിക്കുമെന്നിരിക്കെ അതിനുവേണ്ടി വരുന്ന എല്ലാ ചെലവും ആ ബോർഡ് സ്ഥാപിക്കുന്നതിനോ പേരെഴുതുന്നതിനോ എല്ലാ ചെലവും ഫൗണ്ടേഷൻ നൽകാമെന്ന് പറഞ്ഞിട്ടും പഞ്ചായത്ത് അതൊന്നും പരിഗണിച്ചില്ല. പലപ്പോഴും അദ്ദേഹത്തിന് സ്മാരകം പണിയേണ്ട കാര്യം ഉന്നയിക്കുമ്പോൾ സ്ഥലം ലഭ്യമല്ല എന്നാണ് പലപ്പോഴും പറയാറ്. സ്ഥലം ലഭിച്ചാൽ അദ്ദേഹത്തിന് സ്മാരകം നിർമ്മിക്കാനുള്ള പണം നൽകാമെന്ന് MLA പലവട്ടം ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. ഈ വർഷം സ്മാരകം നിർമ്മിക്കാനാവശ്യമായ 5.5 സെന്റ് സ്ഥലം ഫൗണ്ടേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. മാളയ്ക്കടുത്ത് തന്നെ അഷ്ടമിച്ചിറ ഉരുണ്ടോളിയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ കൈവച്ച് നിൽക്കുന്ന മറ്റ് നിർമ്മാണ പ്രവർത്തനം ഒന്നും തന്നെ ഇല്ലാത്ത റോഡിനോട് ചേർന്നുള്ളൊരു 5.5 സെന്റ് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ സ്മാരകം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുങ്ങല്ലൂർ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാറിനും അതുപോലെ തന്നെ മാള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കും സെക്രട്ടറിക്കും എല്ലാം ഫൗണ്ടേഷൻ കത്ത് നൽകിയിട്ടുണ്ട്. മീഡിയ ടൈം മാള. കരൂപ്പടന്നയിൽ ഗൃഹനാഥന്റെ മുഖത്ത് മുളക് പൊടി എറിഞ്ഞ് ആക്രമിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി. മതിലകം സ്വദേശി കൊതുവിൽ വീട്ടിൽ താജുദ്ദീൻ, മണ്ണുത്തി സ്വദേശി പണിക്ക് വീട്ടിൽ നൌഫീൽ എന്നിവരെയാണ് ഇരിങ്ങാലക്കുട DYSP KG സുരേഷ്, ഇൻസ്പെക്ടർ അനീഷ് കരീം എന്നിവരുടെ സംഘം അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 20-ാം തീയതിയാണ് കേസിന് ആസ്പദമായ സംഭവം. കരൂപ്പടന്നയിൽ വാടകയ്ക്ക് താമസിക്കുന്ന തളിക്കുളം സ്വദേശി കല്ലിപ്പറമ്പിൽ സാദിഖിനാണ് ആക്രമണത്തിൽ പരുക്ക് പറ്റിയത്. പുലർച്ചെ കോളിംഗ് ബെൽ ശബ്ദം കേട്ട് വാതിൽ തുറന്ന സാദിഖിന്റെ മുഖത്തേക്ക് മുളക് പൊടി എറിഞ്ഞ സംഘം കമ്പി വെടികൊണ്ട് തലയ്ക്കും കൈകാലിനും അടിച്ചു വീഴ്ത്തി. സാദിഖ് ബഹളം വച്ചതോടെ സംഘം ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു. എറണാകുളം കൂനമ്മാവിൽ രഹസ്യമായി താമസിച്ചിരുന്ന താജുദ്ദീനെ വൈറ്റില ഹബ്ബിൽ വെച്ച് KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. പ്രശസ്ത സംഗീതജ്ഞനും കഴിഞ്ഞ 4 പതിറ്റാണ്ടോളമായി ഫാസ്റ്റ് നൃത്ത സംഗീത വിദ്യാലയത്തിന്റെ സംഗീത വിഭാഗം മേധാവിയായും രക്ഷാധികാരിയായും പ്രവർത്തിച്ചു വരുന്ന ഗാനപ്രവീൺ അന്നമനട ബാബുരാജ് മാസ്റ്ററെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും കലാസ്നേഹികളും ചേർന്ന് ആദരിക്കുന്നു. ഗുരുദക്ഷിണ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി ഫെബ്രുവരി 1 ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗീതാർച്ചനയോടുകൂടി ആരംഭിക്കും. വൈകിട്ട് 4:30 സനീഷ് കുമാർ ജോസഫ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു S ചെറിയത്ത്, ജനറൽ കൺവീനർ കലാഭവൻ ജയൻ, പ്രിൻസിപ്പൽ C ശശിധരൻ, UG സുരേഷ് മേനോൻ, സദാനന്ദൻ മാസ്റ്റർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. ശിഷ്യന്മാര് കുറെ നാളുകളായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്നതാണ്. അവർ ബാബുരാജ് മാഷിന് ഒരു ആദരം കൊടുക്കണം. പല പ്രാവശ്യം ഇങ്ങനെ ഒരു ആലോചന വന്നു, അതിപ്പോ യാഥാർത്ഥ്യത്തിലേക്ക് വരാണ്. അതാണ് ഇത്ര വർഷം 40 വർഷക്കാലമുള്ള പല ഘട്ടത്തിലുള്ള പലരും ഇന്ന് ലോകം അറിയുന്ന വലിയ കലാകാരന്മാരാണ്. ഇവരൊക്കെ തന്നെ ബാബുരാജ് മാഷിന്റെ ശിഷ്യന്മാരെന്ന നിലയിൽ മാഷിക്ക് വലിയൊരു ആദരവ് കൊടുക്കണം. ഫാസിന്റെ ആണെങ്കിൽ ഫാസിന്റെ സുവർണ്ണ ജൂബിലിയിലേക്ക് കടക്കാനായിട്ട് കൊണ്ടുവന്ന ഫൈൻ ആർട്സ് സൊസൈറ്റി, ആ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ഒരു ഭാഗ്യമാണ് അന്ന് അപ്പൂട്ടൻ മാഷ് ഇത്തരത്തിലുള്ള ഒരു നൃത്ത സംഗീത വിദ്യാലയം അവിടെ സ്റ്റാർട്ട് ചെയ്തത്.
ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തേക്കും ഈ കലാകാരന്മാർ എത്തിയിട്ടുണ്ട്. ഇനി മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ചൂട് കൂടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനാണ് സാധ്യത. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 വരെയുള്ള സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കരുതെന്നും നിർദ്ദേശമുണ്ട്. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. സർക്കാർ അനാസ്ഥ മൂലം റേഷൻ കടകൾ വഴി അവശ്യ സാധനങ്ങൾ കിട്ടാതെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെ കഷ്ടതയ്ക്ക് ഉടനടി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വെള്ളാങ്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോണത്തുകുന്ന് റേഷൻ കടയ്ക്ക് മുന്നിൽ ധർണ നടത്തി. മണ്ഡലം പ്രസിഡന്റ് എ മുസമ്മിൽ നേതൃത്വം നൽകി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് EV സജീവ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കമാൽ കാട്ടകത്ത്, വാർഡ് മെമ്പർ M ബഷീർ, ധർമ്മജൻ വില്ലാടത്ത്, അയൂബ് കരൂപ്പടന്ന, A ചന്ദ്രൻ, AR രാംദാസ്, ഹരി കുറ്റിപ്പറമ്പിൽ, മോഹൻദാസ്, മഹേഷ്, CK റാഫി, ജോർജ്, സതീശൻ മുതലായവർ പങ്കെടുത്തു. കോൺഗ്രസ് നേതാവ് മുൻ പഞ്ചായത്ത് മെമ്പറുമായിരുന്ന TK സാമുവലിനെ പീലാർമൊഴി വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു. അനുസ്മരണ യോഗം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KM ജോസ് അധ്യക്ഷത വഹിച്ചു. പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MT ഡേവിസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CV ആന്റണി, TB ദേവരാജൻ, ഓമന ജോസ്, ജോസ് വാഴപ്പള്ളി, ബെന്നി നബേലി എന്നിവർ പ്രസംഗിച്ചു. മാള ഹോളി ഗ്രേസ് കോളേജിൽ D-സോൺ കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ KSU വിദ്യാർത്ഥികൾ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് SFI മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. SFI തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സാലിഹ് ഫസലുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മാള ഏരിയ പ്രസിഡന്റ് സാന്ദ്ര മോഹനൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PM ഹരികൃഷ്ണൻ, അഞ്ജോ ഷാജൻ എന്നിവർ സംസാരിച്ചു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മൈക്രോ ലാബുമായി സഹകരിച്ച് ഹോട്ടൽ തൊഴിലാളികൾക്കും ഭക്ഷ്യവിതരണ തൊഴിലാളികൾക്കുമായി ഹെൽത്ത് ക്യാമ്പ് നടത്തി. ചാലക്കുടി നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ദീപു ദിനേശ് ഉദ്ഘാടനം ചെയ്തു. N കുമാരൻ അധ്യക്ഷനായി. മുനിസിപ്പൽ കൗൺസിലർമാരായ VJ ജോജി, TD എലിസബത്ത്, ഹെൽത്ത് ഇൻസ്പെക്ടർ ദിജി, അമ്പാടി ഉണ്ണികൃഷ്ണൻ, VR രാജേഷ്, KD കണ്ണൻ, KR ഷോജൻ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും യാത്രാ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ശ്രീനാരായണപുരം MES ഹയർ സെക്കൻഡറി സ്കൂളിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. SCMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷനുമായി സഹകരിച്ചു നടത്തുന്ന സുരക്ഷിത് മാർഗ് റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി MES ഹയർ സെക്കൻഡറി സ്കൂളിലെ റോഡ് സേഫ്റ്റി ക്ലബ് അംഗങ്ങളും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും ചേർന്നാണ് ശ്രീനാരായണപുരം ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്ത് റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. മതിലകം പോലീസ് സ്റ്റേഷൻ പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ രമ്യ കാർത്തികേയൻ ഉദ്ഘാടനം നിർവഹിച്ചു. പദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ ഗിരീഷ് കുമാർ, PTA പ്രസിഡന്റ് KK മുഹമ്മദ് റാഫി, മതിലകം പോലീസ് സ്റ്റേഷൻ CPO സബീഷ്, പോപ്പുലർ ഗ്രൂപ്പ് പ്രതിനിധികളായ P രാഹുൽ, വിഷ്ണുദത്ത്, മുഹമ്മദ് സാബിർ, പദ്ധതി ജോയിന്റ് കോർഡിനേറ്റർ CA സിയാദ് എന്നിവർ പങ്കെടുത്തു. മതിലകം പോലീസ് സ്റ്റേഷൻ SHO MK ഷാജി വിദ്യാർത്ഥികളെ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. അനധ്യാപകരും ചടങ്ങിൽ സംബന്ധിച്ചു. ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡ് സേഫ്റ്റി ക്ലബ്ബ് അംഗങ്ങൾ പൊതുജനങ്ങൾക്ക് റോഡ് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ലഘുലേഖ വിതരണവും ട്രാഫിക് നിയമങ്ങൾ പാലിക്കാത്തവർക്ക് ആവശ്യമായ ബോധവൽക്കരണവും നടത്തി. മേത്തല ചള്ളിയിൽ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ മഹോത്സവം സമാപിച്ചു. 3 ദിവസങ്ങളായി നടന്ന ചടങ്ങുകൾക്ക് തന്ത്രി CK നാരായണൻകുട്ടി ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി മേത്തല ശ്രീ നാരായണ സമാജം പരിസരത്ത് നിന്ന് ഗജവീരന്റെ അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. തുടർന്ന് ദീപാരാധന, അനുമോദന സദസ്സ്, നൃത്തസമേതം, പറനിറക്കൽ, തായമ്പക, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ഫെബ്രുവരി 2-ന് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടക്കും. രക്ഷാധികാരി ഉമേഷ് ചള്ളിയിൽ, ഡോക്ടർ CK സുഭാഷ്, സെക്രട്ടറി CP പ്രസന്നൻ, ട്രഷറർ CV പ്രവീൺ, ചെയർമാൻ CP രാജേന്ദ്രനാഥ് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. മാളയിൽ നടന്ന D-സോൺ കലോത്സവം മുടക്കാൻ തുടക്കം മുതൽ തന്നെ SFI ആസൂത്രണം ചെയ്തിരുന്നതായി TN പ്രതാപൻ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ KSU പിടിച്ചെടുത്തുള്ള നഷ്ടബോധം മൂലമാണ് സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ SFI പ്രവർത്തകർ ശ്രമിച്ചതെന്നും TN പ്രതാപൻ മീഡിയ ടൈമിനോട് പറഞ്ഞു.
മാള അരവിന്ദൻ വിട പറഞ്ഞ് 1 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും മാളയിൽ അദ്ദേഹത്തിനായി ഒരു സ്മാരകം ഇതുവരെ യാഥാർത്ഥ്യമായില്ല. സ്മാരകത്തിനായുള്ള നിവേദന സമർപ്പണം തുടരുകയാണ്. 10ാം വർഷവും മാള അരവിന്ദൻ ഫൗണ്ടേഷൻ. കരൂപ്പടന്നയിൽ ഗൃഹനാഥന്റെ മുഖത്ത് മുളക് പൊടിയെറിഞ്ഞ് ആക്രമിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. മതിലകം കൊതുവിൽ താജുദ്ദീൻ, മണ്ണുത്തി പണിക്കുവീട്ടിൽ നൌഫീൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.